ആഫ്റ്റർ എഫക്ട്സിൽ ഈ ഒരു ആനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് ഇട്ടിട്ട് അടുത്ത വേർഡ് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 വേർഡ്സ് ടൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ സിലിണ്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ സിലിണ്ടർ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ആനിമേഷൻ തരുന്നത്. അപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ CC സിലിണ്ടറിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. അതിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടന്റ്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ റൊട്ടേഷൻ എക്സിന്റെ വാല്യൂ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ചസ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു 3D ലുക്ക് വരും. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കീ ഫ്രെയിം കൊടുക്കണം. ആ ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റോപ്പ് വാച്ച് സിമ്പിൾ ആണ് കീ ഫ്രെയിമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടൈം ലൈനിൽ പോയിട്ട് റൊട്ടേഷൻ വൈന്റെ കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സിന് ശേഷം റൊട്ടേഷൻ വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മുടെ ആനിമേഷൻ റെഡിയാകും. ഇനി സ്ഥിരം ചെയ്യുന്ന പോലെ സ്മൂത്ത് ആനിമേഷന് വേണ്ടിയിട്ട് കീ ഫ്രെയിംസ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീ ഫ്രെയിം അസിസ്റ്റന്റ് എടുക്കുക, അതിനുശേഷം ഈസി കൊടുക്കുക. പിന്നെ ഗ്രാഫ് എഡിറ്ററിന്റെ ഐക്കണിൽ പോയിട്ട് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ആനിമേഷൻ റെഡിയാകും. അപ്പൊ അത്രയേ ഉള്ളൂ.